സസ്പെൻസിന് താൽക്കാലിക വിരാമം. ഇടതുമുന്നണി വിടുമെന്ന വാർത്തകൾ തള്ളി ജോസ് കെ മാണി. LDF-ൽ ഉറച്ചു നിൽക്കും. പാർട്ടിയിൽ ഭിന്നതയില്ല. മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി തന്നെ നയിക്കും. കേരള കോൺഗ്രസ് എവിടെയോ അവിടെ ഭരണമുണ്ടാകുമെന്നും പാർട്ടി ചെയർമാൻ. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. CSR ഫണ്ട് തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണന് വേണ്ടി വലവിരിച്ചു പോലീസ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ബിജുവിനെതിരെ പരാതികൾ. 1.5 കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്ന് പോലീസിലെത്തിയ പരാതിക്കാർ. മകരവിളക്കിനൊരുങ്ങി ശബരിമല. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് മകരസംക്രമ പൂജ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. മകരജ്യോതി ദർശനത്തിന് കാത്ത് ഭക്തലക്ഷങ്ങൾ. ശബരിമലയിലെ ക്രമക്കേടുകൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. എല്ലാ തലത്തിലും അഴിമതിയെന്ന ആരോപണം. അഭിഷേകം ചെയ്ത നെയ് വിൽപ്പനയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം ഉടൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷകൾ തള്ളി ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് വൈകിട്ട് ശബരിമല സംരക്ഷണ ജ്യോതി തെളിക്കാൻ BJP. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി SIT-യുടെ തെളിവെടുപ്പ്. ക്ലബ് 7 ഹോട്ടലിലെത്തിച്ചത് അതിരാവിലെ. പാലക്കാട്ടേക്ക് കൊണ്ടുപോകേണ്ടെന്ന് തീരുമാനം. ചോദ്യം ചെയ്യലുമായി നിസ്സഹകരണം തുടർന്ന് രാഹുൽ. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC-ക്ക് പരാതി നൽകി അതിജീവിത. കൗമാര കലോത്സവത്തെ എതിരേറ്റ് പൂരനഗരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രം ഫണ്ട് തടഞ്ഞെങ്കിലും ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് V. ശിവൻകുട്ടി. ജനങ്ങൾക്കെല്ലാം അറിയാമെന്ന് സുരേഷ് ഗോപിയുടെ മറുപടി.